ഒറിജിനലാണോ? സംഭവം ഒറിജിനലാണ്. നിങ്ങൾ എന്താണ് ഈ കാണിച്ചു കൂട്ടണത്? നിങ്ങളുടെ ഈ ഗോതമ്പ് പൊടിന്റെ അകത്ത് മൈദ മിക്സ് ചെയ്തിട്ടുണ്ടാന്ന് നോക്കാനല്ലേ പറഞ്ഞോളൂ. അത് ഒറിജിനൽ ആണോ നോക്കാനല്ലേ പറഞ്ഞോളൂ. ഞാൻ അതിന് ഇത്രമാത്രം വേഷം കെട്ടണം എന്തിനാണ്? നല്ല പ്രോപ്പർട്ടീസ് കിട്ടിയപ്പോ ഒന്ന് അഭിനയിച്ചു പോയതാ. അത്രക്ക് അഭിനയിക്കാൻ കൊതിയാണെങ്കിൽ ഈ സീറ്റിലേക്ക് നോക്കി എന്തുമാത്രം മാത്രമാണുള്ള നീക്കൊന്ന് കഴിയുന്ന പോലെ അഭിനയിക്കാമല്ലേ? അത് വേണ്ട, ഞാൻ ഡയറക്റ്റ് ചെയ്യാം, നീ തന്നെ കഴിക്കണം. ദേവി വീട്ടിൽ ഇതിന് മാത്രം പാത്രം ഇടുന്നാണോ വന്നത്? എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാൽ മതിയായിരുന്നു. എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാൽ മതിയായിരുന്നു. നിങ്ങൾ എന്തിനാ റെക്കോർഡ് ചെയ്തത്? ഇടക്കിടക്ക് കേൾക്കുമ്പോ ഒരു സുഖം കിട്ടും. ഇപ്പൊ തന്നെ സൂചിപ്പിക്കാൻ ചേട്ടാ, നാളെ തൊട്ട് ഞാൻ ഡയറ്റിങ്ങിലാണ്. തടി കുറയ്ക്കാനും ആരോഗ്യത്തോടെ ഇരിക്കാനും. എടി, നമ്മുടെ കാരണവന്മാരാരെങ്കിലും ഡയറ്റ് ചെയ്തിട്ടുണ്ടോ? പോട്ടെ, അവര് ഡയറ്റ് എന്നുള്ള വാക്ക് പോലും കേട്ടിട്ടില്ല. എന്നിട്ട് അവർ 19 വയസ്സ് വരെ നല്ലോണം ആരോഗ്യത്തോടു കൂടി നന്നായിട്ട് ഭക്ഷണം കഴിച്ച് പണിയും എടുത്താൽ ജീവിച്ചു. നമുക്കും അതേപോലെ അങ്ങോട്ട് ജീവിച്ചാൽ പോലെ. പിന്നെ ഈ പണിയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യാണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് ചെയ്യ്. ഒരു ഡയറ്റും വേണ്ട, ഒന്നും വേണ്ട. എടാ, യെസ്, ഐ മീൻ ഇറ്റ്. ഇവിടെ മൂവി പോയിരുന്നാലേ കഴിക്കാൻ പറ്റൂ. ചേട്ടാ ഇവിടെ ഒന്ന് വന്നേട്ടാ. എന്താണ് ചേട്ടാ, നമുക്ക് ഈ ഡൈനിങ് ടേബിൾ അങ്ങോട്ട് വിറ്റാലോ? ഡൈനിങ് ടേബിൾ വിൽക്കാനാ? നമുക്ക് എന്തിനാ ഡൈനിങ് ടേബിള്? ഒരു ചെക്കും 4 ഗ്ലാസിന് വേണ്ടി ഡൈനിങ് ടേബിളിന്റെ ആവശ്യമില്ലല്ലോ ഏട്ടാ. നമ്മൾ തിന്നണതും കഴിക്കണതും ഒക്കെ ആ ടിവിയുടെ മൊബൈലിൽ കൊണ്ടാ. പിന്നെ എന്തിനാ നമുക്കൊരു ഡൈനിങ് ടേബിള്? നമുക്ക് ഡൈനിങ് ടേബിൾ അങ്ങോട്ട് വിൽക്കാം. Yes, I mean it. അവളിത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. വീട്ടിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് നന്ദിയോടെ ഭക്ഷണം കഴിക്കുകയും സ്നേഹിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഇടമാണ് ആ വീട്ടിലെ ആൾക്കാരെന്ന്. ടിവിയും മൊബൈലൊക്കെ മാറ്റിവെച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുമ്പോൾ രുചി കൂടും നമ്മുടെ കുടുംബത്തിലും നമ്മുടെയൊക്കെ ജീവിതത്തിലും.